പാപ്പയുടെ മക്കളായ നിങ്ങളെ എല്ലാവരെയും പ്രോഗ്രാമിന് ശേഷവും ഇന്ന് എല്ലാവരും ക്ഷീണം തീർത്തിട്ടേ ഉണ്ടാവുള്ളൂ എന്നറിയാം. പലരുടെ ക്ഷീണം ചിലപ്പം തീർന്നിട്ടുണ്ടാവില്ല അല്ലേ. 2 മാസം കൊണ്ട് ഫുള്ളായിട്ട് ചിലർ പാപ്പയുടെ സേവനത്തിലുണ്ടായിരുന്നു. ചിലർ 1 മാസം കൊണ്ട്, ചിലർ 2 ആഴ്ച കൊണ്ട്, ചിലർ 1 ആഴ്ച, ചിലർ 3 days കംപ്ലീറ്റ് ഡേ ആൻഡ് നൈറ്റ്. ലാസ്റ്റ് 25, 26, 27 ബാക്കി ഇതുവരയ്ക്കും. കാരണം എപ്പോഴും കുറച്ച് സേവാധരികൾ ശിവജ്യോതി ഭവനിൽ വൈൻഡപ്പ് സേവനങ്ങളിലുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ബാബയുടെ ഭാഗത്തുനിന്ന്, ഈശ്വരീയ യജ്ഞത്തിൻ്റെ ഭാഗത്തുനിന്ന്, സർവ്വദാതിമാരുടെയും ഭാഗത്തുനിന്ന്, മുഴുവൻ നമ്മുടെ ഈ പാലക്കാട് മലപ്പുറം ജില്ലയുടെ സേവനങ്ങൾക്കെല്ലാം ആധാരം നമ്മുടെ മദ്രാസ് സോണാണ്. ഈ സോണിൻ്റെ ആധാരശില പ്രിയപ്പെട്ട റോസി ബെഞ്ചിയാണ്. റോസി ബെഞ്ചി, ലക്ഷ്മി ബെഞ്ചി, ശാന്ത ബെഞ്ചി, അന്നപൂർണ ബെഞ്ചി, കലാവതി ബെഞ്ചി, അവരെല്ലാവരും ഇപ്പോൾ സൂക്ഷ്മരൂപത്തിലേ നമ്മുടെ മുന്നിലുള്ളൂ. എല്ലാ ബെഞ്ചിമാരുടെയും ഭാഗത്തുനിന്ന്, എല്ലാ മുതിർന്നവരുടെയും ഭാഗത്തുനിന്ന് അനേകം നമ്മുടെ പഴയ ആത്മാക്കൾ, അവരെല്ലാവരും എവിടെയാണ് ഇപ്പോൾ ജന്മം എടുത്ത് പാർട്ട് അഭിനയിക്കുന്നതെങ്കിലും നമ്മുടെ ഈ ഗോൾഡൻ ജൂബിലി സമയത്ത് നമ്മുടെ ഹരിഹരൻ ഭായി, സുബ്ലക്ഷ്മി മാജി, ലളിത മാജി, പി നായർ ഭായി, കടമ്പിൾപ്പുറത്തൊരു കമല ഗുപ്തൻ മാതാജി ഉണ്ടായിരുന്നു. അനേകം ആത്മാക്കൾ, വാസുദേവം ഭായി, മണ്ണാർക്കാട് നാരായണൻ ഭായി, അനേകം പട്ടാമ്പിയിലൊരു വേലായുധം ഭായി ഉണ്ടായിരുന്നു. അനേകം ശ്രേഷ്ഠ ആത്മാക്കൾ നമുക്ക് അവർ കടന്നുപോയി. ബാബയുടെ അടുത്ത സേവനങ്ങൾക്ക് വേണ്ടി കടന്നുപോയ അനേക ആത്മാക്കളുണ്ട്. അവരെ എല്ലാവരെയും വളരെ ഹൃദയം കൊണ്ട് നന്ദിയോടെ സ്മരിക്കുകയാണ്. അവരിപ്പോൾ നാടിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് അടുത്ത ജന്മം എടുത്ത് ബാബയുടെ സേവനം ചെയ്യുകയാണെങ്കിലും ബാബയുടെ ഈ ഗോൾഡൻ ജൂബിലി കണ്ട് അവരും ഹൃദയം കൊണ്ട് തീർച്ചയായും സന്തോഷിച്ചിട്ടുണ്ടാവും. സൂക്ഷ്മരൂപത്തിൽ അവരും നമ്മളോടൊപ്പം ഉണ്ടാവും. എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും, നിങ്ങളെല്ലാവരും 50 വർഷത്തിലും സേവനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ കുറച്ച് ആത്മാക്കളുണ്ടാവും. ചിലർ 40 വർഷത്തെ സേവനങ്ങൾ ചെയ്തവരുണ്ട്, ചിലർക്ക് 30 വർഷത്തെ സേവനങ്ങളുണ്ട്. അതിൽ കുറവ് ലാസ്റ്റ് 1 വീക്കിൽ കോഴ്സ് പൂർത്തിയാക്കി ഉടൻ തന്നെ ഈശ്വരീയ സേവനത്തിൻ്റെ ഭാഗമായി മാറിയ വളരെ പുതിയ കുട്ടികളും ഉണ്ടാക്കും. ആരെല്ലാം ബാബയുടെ കാര്യത്തിൽ ശരീരം, മനസ്സ്, ധനം, ശ്വാസം, സമയം, സങ്കല്പം, അറ്റ്ലീസ്റ്റ് അവരവരുടെ ശുഭഭാവനകളിലൂടെയെങ്കിലും ബാബയുടെ കാര്യാർത്ഥം ലോകത്തിൻ്റെ ഏതേത് കോണിൽ, എല്ലാവരും സ്ഥൂലത്തിൽ എവിടെ ഉണ്ടാവില്ല, പക്ഷേ ലോകത്തിൻ്റെ അനേക ദിക്കുകളിൽ ഇരുന്നുകൊണ്ട് ബാബയുടെ കാര്യത്തിന് സഹയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെയുള്ള എല്ലാ ആത്മാക്കളും ബാബയെ ഹൃദയം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ട് പരമാത്മ കാര്യത്തിൻ്റെ സഫലതയ്ക്ക് വേണ്ടി ഈ ഗോൾഡൻ ജൂബിലി സേവനം സാഫല്യമാക്കുന്നതിന് വേണ്ടി ദിനരാത്രങ്ങളിൽ സഹയോഗം ചെയ്ത അനേക ആത്മാക്കളുണ്ട്. അപ്പം ഈ അവസരം, ഇന്നത്തെ ഈ ദിവസം, ഈ നിമിഷങ്ങൾ സിസ്റ്റർ നിങ്ങൾക്കെല്ലാവർക്കും ബാപ്ദാദയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ് കോടി മടങ്ങ് ബാബ പ്രിയിലെ പദമാപദം എന്ന ഭഗവാന്റെ ശബ്ദത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ് നന്ദി, നന്ദി, നമസ്കാരം. മുഴുവൻ പരിവാരത്തിനും വളരെയധികം അഭിനന്ദനങ്ങൾ. കാരണം ബാബയുടെ മക്കളുടെ എല്ലാവരുടെയും സഹയോഗത്തിൻ്റെ കരങ്ങളാണ്, നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമാണ്, ബാബയുടെ കാര്യത്തോടുള്ള കൂറാണ്, ഈ നാടിനോടുള്ള, വിശ്വത്തിലെ സർവ്വമക്കളുടെയും മംഗളം ചെയ്യണമെന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ഉറച്ച ദൃഢതയോടുകൂടിയ സങ്കല്പമാണ് ബാബയുടെ ഈ സേവനത്തെ ഇത്രയും സഫലമാക്കിയത്. ദീദിയും മുതിർന്ന എല്ലാ സിസ്റ്റേഴ്സും എല്ലാവരും ഹൃദയം കൊണ്ട് വളരെയധികം ആശീർവാദങ്ങൾ വർഷിച്ചിട്ടാണ് പോയിരിക്കണം. അത് നമ്മൾ എല്ലാ ആത്മാക്കളുടെയും, നിങ്ങളുടെ ഓരോരുത്തരുടെയും പുണ്യത്തിൽ, അക്കൗണ്ടിൽ, ജന്മജന്മാന്തരങ്ങളിലേക്ക് ആ അക്കൗണ്ടിൽ എല്ലാവർക്കും ശേഖരിക്കപ്പെട്ടു കഴിഞ്ഞു. എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദം ലഭിച്ചു.
ഇത്രയും നമ്മുടെ മുതിർന്നവര്, കാരണം നമ്മുടെ സോണൽ കമ്മിറ്റിയിലെ മിക്കവാറും എല്ലാ മുതിർന്ന സഹോദരിമാരും സഹോദരന്മാരും എത്തി. കേരളത്തിലെ മിക്ക സഹോദരിമാരും മുതിർന്നവരെല്ലാം എത്തി. എല്ലാ ജില്ലയിൽ നിന്നും പരിവാര സഹിതമാണ് ബാബയുടെ മക്കൾ എത്തിച്ചേർന്നത്. തൃശ്ശൂര്, എറണാകുളം, അതേപോലെ കോഴിക്കോട്, കണ്ണൂര്, എല്ലാ ജില്ലകളിൽ നിന്നും ബാബയുടെ മക്കള് എല്ലാ 100 കണക്കിന് കുട്ടികളാണ് പ്രോഗ്രാമിൽ എത്തിച്ചേർന്നത്. എല്ലാ സമർപ്പിതരും എത്തി എന്നുള്ളതാണ്. മുഖ്യ സഹോദരിമാരോടൊപ്പം മിക്ക ജില്ലയിൽ നിന്ന് വന്നപ്പോൾ അവർ ഫുൾ സമർപ്പിത സഹോദരന്മാരെല്ലാം ഗോൾഡൻ ജൂബിലി സെലിബ്രേഷന് എത്തിച്ചേർന്നു. അപ്പോൾ എല്ലാ നിമിത്ത സഹോദരിമാർക്കും, ഓരോ ജില്ലകളിൽ നിന്നും എത്തിച്ചേർന്ന എല്ലാ സമർപ്പിത സഹോദരന്മാർക്കും, ബാബയുടെ മക്കൾ ഓരോ ബ്രാഹ്മണാത്മാക്കൾക്കും, എത്തിച്ചേർന്നവർക്കും, ഇനി എത്തിച്ചേരാൻ പറ്റാത്ത ഓരോരുത്തരും അപ്പോഴും സിസ്റ്റർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഏജിങ് കാരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇരുന്നുകൊണ്ട് അവർ ഫുൾ ടൈം, ഇന്നലെയും കൂടെ ഹൈദരാബാദിൽ നിന്ന് നമ്മുടെ വിശ്വനാഥൻ ഭായ്, ലക്ഷ്മി ബഹൻ, അവർ 2 പേരും പറയുന്നുണ്ടായിരുന്നു, ഏജിങ് പ്രോബ്ലം കാരണം ട്രാവൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തും, ഭാരതത്തിൻ്റെ വിഭിന്ന കോണുകളിൽ, കേരളത്തിൻ്റെ പല ഭാഗത്തിരുന്ന് ഫുൾ ടൈം പ്രോഗ്രാം. എന്നാലും അവർ പറയായിരുന്നു, സിസ്റ്റർ ഞങ്ങൾ പ്രോഗ്രാം തുടങ്ങി തീരുന്നത് വരെ ഞങ്ങൾ 2 പേരും ഫുൾ ടൈം പ്രോഗ്രാമിലായിരുന്നു. നിങ്ങളെല്ലാവരും അവിടെ ഇരുന്നത് പോലെ ഞങ്ങൾ വീട്ടിലിരുന്ന് പ്രോഗ്രാമിന് ശേഷം മാത്രമേ ഞങ്ങൾ ഭക്ഷണം പോലും കഴിച്ചുള്ളൂ. അങ്ങനെ ടിവിയുടെ മുന്നിലിരുന്ന്, ഫോണുകൾക്ക് മുന്നിലിരുന്ന് ഫുൾ ടൈം ലൈവ് പ്രോഗ്രാംസ് ധാരാളം മക്കള്, 100 കണക്കിന് 1000 കുട്ടികൾ അങ്ങനെ ബാബയുടെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. അങ്ങനെ ലൈവിലും നമ്മളോടൊപ്പം ലൈവായിരുന്ന ധാരാളം ആത്മാക്കളുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം ഇരുന്ന് ബാബയുടെ പ്രോഗ്രാം കണ്ടവര്, ഒപ്പം ബാബയുടെ കാര്യത്തിന് മനസ്സാവാച കർമ്മണ സഹയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ മുഴുവൻ ഈ പാലക്കാട്, മലപ്പുറം ജില്ലയിലെ മുഴുവൻ നിമിത്ത സഹോദരന്മാരുടെയും പരിവാരത്തിലെ ഓരോരോ ബ്രാഹ്മണരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ഇത് കൂടാതെ ധാരാളം ആത്മാക്കൾ നമുക്ക് സഹയോഗം തന്നിട്ടുണ്ട്. അതിൽ വലിയ സഹയോഗമാണ് നമുക്ക് കിട്ടിയത് നമ്മുടെ വ്യാസവിദ്യാപീഠത്തിൽ നിന്ന്. അവിടെ BEd കോളേജും ആ സ്കൂളും 25, 26, 27 ഈ 3 ദിവസവും ആ ക്യാമ്പസ് കംപ്ലീറ്റ്, കോളേജും സ്കൂളും അവിടുത്തെ മുഴുവൻ ബാത്റൂംസും, കിടക്കാനുള്ള സൗകര്യങ്ങളും, കിടക്ക സഹിതം, പായയും തലയണയും സഹിതം അവിടെ മുഴുവൻ, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റും, അവിടുത്തെ ടീച്ചേഴ്സും, അവിടുത്തെ മുഴുവൻ സഹോദരന്മാരും ഹൃദയം കൊണ്ട് സഹയോഗം നൽകി. വ്യാസവിദ്യാപീഠത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നുള്ള അകമഴിഞ്ഞ നന്ദി ഈ അവസരത്തിൽ സിസ്റ്റർ എല്ലാ ആത്മാക്കളോടും പ്രകടിപ്പിക്കുകയാണ്. കാരണം ഇത്രയും പേർക്ക്, 100 കണക്കിന് ആത്മാക്കളുടെ താമസിക്കാനുള്ള സൗകര്യമാണ് നമുക്ക് അവിടെ കിട്ടിയത്. 100, എത്രയും പേർക്ക് ഇത്രയും സൗകര്യം ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് അവിടെ വളരെയധികം നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. മറ്റനേകം വീടുകൾ, ബാബയുടെ മക്കളുടെ വീടുകൾ, ബാബയുടെ മക്കൾക്ക് പരിചയമുള്ള വീടുകൾ, ബാക്കി ഹോം സ്റ്റേകൾ, ഹോട്ടൽസ്, അതെല്ലാം നമ്മൾ പൈസ കൊടുത്ത് ബുക്ക് ചെയ്തതാണെങ്കിലും മറ്റനേകം വീടുകൾ, എത്ര വീടുകൾ, അവിടെയെല്ലാം എത്ര പേര്, പ്രത്യേകിച്ച് നമ്മുടെ ജാനകി മാതാജിയുടെ വീടൊക്കെ 5-ാം മൈലിൽ എത്ര പേരെ വിട്ടാണ് നമ്മളതൊക്കെ ഉപയോഗിച്ചിരിക്കണേ. എണ്ണം പറയാൻ പറ്റില്ല. ജാനമ്മ വന്നിട്ടുണ്ടോ 5-ാം മൈലിലെ? മാജിന്ന് എഴുന്നേറ്റ് നിൽക്കൂ. ഈ മാതാവ് ഏറ്റവും ഭാഗ്യശാലിയാണ്. സർവ സിസ്റ്റേഴ്സും ഇത്രയും പരിവാരം മാതാവിൻ്റെ വീട്ടിലാണ് കുളിച്ചതും റെഡി. അത്രയും പരിധിയില്ലാത്തൊരു കിണർ അവിടെയുണ്ട്, പറ്റാത്തൊരു കിണർ. ഇത്രയും മനസ്സോടുകൂടി മാതാജി വീട് കണ്ണാടി പോലെ വെച്ച് ഇത്രയും വൃത്തിയാക്കി വെച്ച്, അതുകൊണ്ടാണ് എല്ലാവരെയും അവിടേക്ക് വിടാൻ പറ്റിയത്.
ഇത്രയും അതുപോലെ 5 മൈലിയുടെ അത്ര പരിവാരത്തിൽ മാതാവിനോടെന്നും യജ്ഞം കടപ്പാടുള്ളവരായിരിക്കും. അത്രയും സിസ്റ്റേഴ്സ് ആൻഡ് മാതാക്കൾ പോയിട്ട് അവിടെ ഉറങ്ങിയും സുഖം എടുത്തിട്ടുണ്ട്. കുളിക്കാനുള്ള സൗകര്യം ഇത്രയും വൃത്തിയുള്ളൊരു വീട് കണ്ടിട്ടില്ല. അത്ര സുന്ദരമാക്കി ഒറ്റയ്ക്ക് മാതാജി ഇരിക്കണേ. ബാബയും മാതാജിയും മാത്രമേ ഉള്ളൂ. പക്ഷേ ശിവജ്യോതി ഭവനേക്കാളും വൃത്തിയാക്കിയിട്ടാണ് വീട് വെച്ചിരിക്കുന്നത്. അത്ര സുന്ദരമായിട്ട്. അതിൻ്റെ സുഖം എല്ലാ ആത്മാക്കൾക്കും കിട്ടി. മാതാവിന് എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയുണ്ട്. മറ്റനേകം വീടുകൾ നമുക്ക് ഇടത്തറയിലും 5 മൈലുമായിട്ട് വേറെയും വീടുകൾ കിട്ടിയിരുന്നു. നമ്മുടെ സുന്ദരംബായിയുടെ വീട്, മറ്റൊരു സുനിത മാജിയുടെ വീട്, ബജ ടീച്ചറുടെ വീട്, കുറേ സ്ഥലങ്ങൾ ബാബയ്ക്ക് കിട്ടി. ബാക്കി നിങ്ങളെല്ലാം ബാബയുടെ മക്കളുടെ വീടുകൾ, ശേഖരീപുരത്തും വളരെയധികം വീടുകൾ, നമ്മുടെ സുമതി ടീച്ചർ സിസ്റ്ററുടെ വീട്, അനേകം ഭവനങ്ങൾ, നമ്മുടെ കരിങ്കരപ്പുള്ളിയിലൊരു വീട്, നമ്മുടെ ഗോകുൽബായിയുടെ ഭവനം, മാധവി മാതാജി, ചന്ദ്രിക മാതാവ്, വത്സല മാതാജി, അനേകം ഭവനങ്ങൾ, ഗോപിനാഥൻ ബായിയുടെ ഇവിടുത്തെ ഫ്ലാറ്റ്, മുകളിൽ ഇവിടെ തന്നെ സന്ദീപട്ടയിലൊരു ഫ്ലാറ്റ്, ഗോപിനാഥൻ ബായിയുടെ മോളുടെ വീട്, ഇതെല്ലാം എനിക്ക് എല്ലാം ഓർമ്മ വരുന്നില്ല. പക്ഷെ അനേകം ഭവനങ്ങൾ ശിവജ്യോതി ഭവന് ചുറ്റും. കൃഷ്ണഗീതം എന്ന് പറഞ്ഞ കോളനിയിലൊരു വീട്, നമ്മുടെ ധന്യ ഹൗസ്, മംഗലംകുന്നിലെ മാതാജിയുടെയും ബ്രദറുടെയും മകളുടെ വീട്, അങ്ങനെ സിന്ധു മാജി മധുബായിയുടെ വീട്, അങ്ങനെ അനേകം ഭവനങ്ങൾ ഇതിന് ചുറ്റും നമുക്ക് കിട്ടി. അതുകൊണ്ട് എല്ലാവരുടെയും ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും സുഖം നൽകിയ, ഭവനങ്ങൾ തന്ന് യജ്ഞത്തിന് സഹയോഗം ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ഇതിനെല്ലാം ഉപരി നമുക്ക് പ്രോഗ്രാം നടന്ന നമ്മുടെ വീട്, കൺവെൻഷൻ സെന്റർ, ഒരിക്കലും എത്ര വലിയ കല്യാണത്തിനും അവരിത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ അവരെ 3 ദിവസമാണ് ബുദ്ധിമുട്ടിച്ചത്. വെറും ഒരു പ്രോഗ്രാം, ഇത്രയും വെള്ളം അവർ പറയുകയാണ്, ഇത്രയും വർഷത്തിൽ ആ മണ്ഡപം ഉണ്ടായിട്ട് ഒരിക്കൽ പോലും അവരുടെ കിണർ വറ്റിയിട്ടില്ല. ആദ്യമായിട്ടാണ് അവരുടെ വെള്ളം സ്റ്റോപ്പായത്. അത്ര നമ്മൾ ഉപയോഗിച്ചു ആ മണ്ഡപം. 3 ദിവസവും നമ്മൾ 4ാമത്തെ ദിവസവും, കാരണം ദീദി ഉള്ളത് കാരണം 27 നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. 28 നമ്മൾ അവിടുന്ന് സാധനങ്ങൾ എടുത്തുള്ളൂ. അപ്പോഴും മുഖം കറുപ്പിക്കാതെ നമുക്ക് സഹയോഗം ചെയ്തു. ആ മണ്ഡപം, അതിൻ്റെ മാനേജർ, അതിൻ്റെ ഓണർ, എല്ലാവരോടും നമ്മൾ ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയുള്ളവരായിരിക്കുമെന്നും, ഒപ്പം ഇടത്തറയ്ക്ക് ചുറ്റുമുള്ള ജനങ്ങൾ, കാരണം ഇത്രയും പേര് വന്ന്, ഇത്രയും ട്രാഫിക്, ഇത്രയും ട്രാൻസ്പോർട്ടിൻ്റെ കാരണം, അവിടെ രാജുബായിയുടെ സ്ഥലം, രാജുവേട്ടൻ ടോപ്പ് ആൻഡ് ടൗണിൻ്റെ ഓണർ ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലം നമുക്ക് പാർക്കിങ്ങിന് തന്നു. രാജുവേട്ടനോടും കുടുംബത്തോടും നമ്മളെന്നും കടപ്പെട്ടിരിക്കുകയാണ്. എല്ലാം ഇത്രയും വൃത്തിയാക്കിയിട്ട്, ഒരു പൈസ പോലും നമുക്ക് ചിലവില്ല, എല്ലാം നമുക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി തന്നു. ഇത്രയും സ്ഥലമില്ലെങ്കിൽ ഇത്രയും വണ്ടികൾ നമ്മൾ എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യും? എല്ലാം ബാബ എല്ലാം റെഡിയാക്കി ഇരിക്കുകയായിരുന്നു. എല്ലാം റെഡിമെയ്ഡായിട്ട് ബാബയും ദീദിയുടെയും വൈബ്രേഷൻ എല്ലാം തയ്യാറാക്കി നമുക്ക് തന്നു. നമുക്കൊന്നും അറിയേണ്ടി വന്നില്ല, ഒന്നും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല, ഒന്നിൻ്റെയും പിന്നാലെ പോയിട്ട്. എല്ലാം റെഡിമെയ്ഡായിട്ട് ഭഗവാൻ ചെയ്തു തരികയായിരുന്നു. അങ്ങനെ അനേക ആത്മാക്കളുടെ സഹയോഗം, ജ്ഞാനത്തിലുള്ളവരും ഭാവിയിൽ ആരൊക്കെ ഈ സഹയോഗം ചെയ്തു, തീർച്ചയായും അവരെല്ലാം ഭാവിയിലെ ബീക്കേഴ്സായി, അവർ ബാബയുടെ മക്കളായി മാറാനുള്ളവരാണ്. ഫ്യൂച്ചർ ബീക്കേഴ്സ് എന്നാണ് ദീദി പറഞ്ഞത്. അതുകൊണ്ട് ആരെല്ലാം വന്നുപോയോ, 4000-ത്തിലധികം ആത്മാക്കൾ ഫസ്റ്റ് ഡേയിൽ വന്നു. നിങ്ങളെല്ലാവരും ഈ സങ്കല്പം വയ്ക്കണം, അവരെല്ലാം ഭാവി ബീക്കേഴ്സാണ്. അവരെല്ലാം ഭഗവാനെ തിരിച്ചറിയുന്ന മക്കളാണ്. അവർ ബാബയുടെ മക്കളായി മാറും. നിങ്ങൾ അവരെല്ലാം ഫോളോ അപ്പ് ചെയ്യണം. ആരെല്ലാം വന്നു നിങ്ങളെ ക്ഷണിച്ചിട്ട്, നിങ്ങൾ ഓരോരുത്തരും കൂട്ടിക്കൊണ്ടുവന്നവർ, അപ്പം അവർ നിങ്ങളുടെ ബന്ധുക്കളാണെങ്കിലും അറിവിലുള്ളവരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും, പാലക്കാട്, മലപ്പുറം അല്ല ഏത് ജില്ലയിൽ നിന്ന് വന്നവർ തന്നെയാണെങ്കിലും, അവരെല്ലാവരെയും വീണ്ടും വീണ്ടും തൊട്ടടുത്ത ബാബയുടെ ഭവനങ്ങളിലേക്ക് പോകാൻ അവർക്ക് പ്രേരണ കൊടുക്കണം. അതിൽ നിങ്ങൾ നാളെ മുതൽ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ സെൻറ്ററിലും പുതിയ കോഴ്സുകൾ നടക്കും. അവരോട് വീണ്ടും നിങ്ങൾ പറയണം,
മെഡിറ്റേഷൻ പഠിക്കാൻ വരാൻ പറയുക. അറ്റ്ലീസ്റ്റ് ഈ ശിവരാത്രിക്ക് ഫെബ്രുവരി 15 ശിവരാത്രിയാണ്. ശിവരാത്രി നാളിൽ എല്ലാവരെയും നിങ്ങൾ ബാബ വീട്ടിലേക്ക് ക്ഷണിക്കുക. ശിവജ്യോതി ഭവനിലെത്താൻ പറ്റുന്നവരോടെല്ലാം ഇവിടെ വരാൻ പറയുക. ബാക്കി എല്ലാവരോടും നിയറസ്റ്റ് സെൻറ്റർ അവരുടെ ഏതാണോ എല്ലാ ബാബ വീട്ടിലും ശിവരാത്രിക്ക് പ്രോഗ്രാം ഉണ്ടാവും. അപ്പം ആര് എവിടെ അവർക്ക് ഏറ്റവും അടുത്ത ബാബ വീട് അവിടെ ശിവരാത്രിക്ക് പോയി ബാബയുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ പറയാം. അവരെ എല്ലാവരെയും നിങ്ങൾ ഈ വർഷം മുഴുവൻ ഫോളോ അപ്പ് ചെയ്യുക. ഒരു തവണയല്ല, ഇടയിൽ അവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. അവർ 7 ദിവസത്തെ കോഴ്സ് കേൾക്കും വരയ്ക്കും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്നേഹത്തോടെ അവരെ ബാബ പറയില്ലേ വീണ്ടും വീണ്ടും ക്ഷണിക്കുക. ഇന്ന് മുതൽ വാട്സപ്പിൽ കോഴ്സ് പുതിയത് തുടങ്ങുന്നുണ്ട്. ഈ മാസത്തെ എല്ലാ മാസവും 1-ാം തീയതി നമ്മളൊരു പുതിയ കോഴ്സ് തുടങ്ങും. അപ്പം നിങ്ങൾ ആരെയൊക്കെ കൂട്ടിക്കൊണ്ടു വന്നു അവരോടെല്ലാം ഇന്നു മുതലുള്ള പുതിയ വാട്സപ്പ് കോഴ്സിൽ അവരുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾ ചേർക്കും. അവർക്കെല്ലാം ലിങ്കുകൾ അയച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാവും. ആ ലിങ്ക് എടുത്ത് നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും വാട്സപ്പിൽ ദിവസവും രാവിലെ 5 മണിക്ക് കോഴ്സ് പോസ്റ്റ് ചെയ്യും, നിങ്ങളത് കേൾക്കൂ. അങ്ങനെ അവരെ ഭഗവാനുമായി ജ്ഞാനം ശിവനും എന്ന ഫീലിങ്ങിലേക്ക് അവരെ കൊണ്ടുവരിക എന്ന സേവനവും കൂടി ചെയ്താലേ നമ്മൾ ചെയ്ത ഈ സേവ പൂർത്തിയാകുള്ളൂ. അവരെ ബാബയുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് വരയ്ക്കും നമുക്ക് ഈ ഒരു വർഷം ഫുള്ള് ഗോൾഡൻ ജൂബിലി സേവനമുണ്ട്. അവരെ കൊണ്ട് ബാബ എന്ന് വിളിപ്പിക്കണം, എന്നിട്ട് അവരെ മധുബനിൽ എത്തിക്കണം. അതുവരയ്ക്കും അവരുടെ പിന്നാലെ എന്ത് ചെയ്യുക, അവർ സെൻറ്ററിലേക്ക് വന്നില്ലെങ്കിൽ അവരുടെ വീടിൻ്റെ അടുത്ത് ഒരു 3 ദിവസത്തെ ക്ലാസ്സോ 7 ദിവസത്തെ കോഴ്സോ അവിടെ പോയി സിസ്റ്റേഴ്സിനെ വിളിച്ചു കൊണ്ടുപോയി അവിടെ കോഴ്സ് നടക്കും വരയ്ക്കും നിങ്ങൾ അടങ്ങിയിരിക്കരുത്. ഈ വർഷത്തിൻ്റെ ഉള്ളിൽ ആത്മാക്കൾ ഏതേത് ദിശയിൽ നിന്ന് വന്നോ അവിടെ ഒരു 7 ദിവസത്തെ കോഴ്സ് തീർച്ചയായും എടുപ്പിക്കണം. അപ്പം ആ സേവനം ഇനി ഈ വർഷം മുഴുവൻ നമുക്ക് ഈ 2026, അതുകൊണ്ട് ഗോൾഡൻ ജൂബിലി കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. ആത്മാക്കളെല്ലാം ബാബയുടെ അടുത്ത് എത്തിക്കും വരയ്ക്കും നമ്മുടെ സംസ്കാരം സ്വർണിമ സംസ്കാരം ആക്കും വരയ്ക്കും ഈ ഒരു വർഷം നമ്മുടേത് ഗോൾഡൻ ജൂബിലി സെലിബ്രേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ഓം ശാന്തി. പിന്നെ നമുക്കെല്ലാം വണ്ടിയും ഡ്രൈവിങ്ങും അനേകം ഡിപ്പാർട്ട്മെന്റ് സേവനം നടന്നു. പ്രത്യേകിച്ചും സേവനം ചെയ്ത എല്ലാവർക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അതിൽ തന്നെ ജിക്കവയെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഇത്രയും പേർക്ക് ഫസ്റ്റ് ഡേയിൽ 4000 പേരുടെ ബ്രഹ്മഭോജനം, 4000 പേരുടെ മാത്രമല്ല, 25-ന് 3 നേരം, 26-ന് 3 നേരം, 27-ന് 3 നേരം, പിന്നെ 28-ന് ഇത്രയും ബ്രഹ്മഭോജന സേവനം കണ്ടിന്യൂസ് 3 ദിവസം നൈറ്റ് ഉറങ്ങാതെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ളവരും സേവനം ചെയ്തു. പക്ഷെ ഏറ്റവും കൂടുതൽ ത്യാഗപൂർണമായ സേവനം, ഹെവി സേവ നമ്മുടെ കിച്ചൺ സേവാധാരികളുടെ ആയിരുന്നു. ലക്ഷ്മണൻ ഭായും ടീമും മദ്രാസിൽ നിന്ന് വന്നു. നമ്മുടെ കണ്ണൻ ഭായും ശാന്ത സിസ്റ്ററും ബാക്കി സഹോദരങ്ങളെല്ലാം ചേർന്ന് വളരെയധികം അക്ഷീണ സേവനം ചെയ്തു. അവർക്കെല്ലാവർക്കും എല്ലാ നിമിത്ത സഹോദരിമാരും നമ്മുടെ സിസ്റ്റേഴ്സ് എല്ലാവരും, കവിത സിസ്റ്റർ, സുനിത സിസ്റ്റർ, അനിത സിസ്റ്റർ, ശിവജ്യോതി ഭവനിലും കണ്ടിന്യൂസ് സേവനമായിരുന്നു. ബാക്കി പവിത്ര സിസ്റ്റർ സ്റ്റേജ് ഒപ്പം ഉണ്ടായിരുന്നു, സുസ്മിത സിസ്റ്റർ, ലക്ഷ്മി സിസ്റ്റർ, സുകന്യ സിസ്റ്റർ, നമ്മുടെ എല്ലാ ഭായിമാരും, എല്ലാ സഹോദരന്മാരും, ജിക്കെ ഭായ്, നാരായണൻകുട്ടി ഭായ്, ഇബ്രാഹിം ഭായ്, നമ്മുടെ പാർക്കിങ്ങിലെ രമേശ് ഭായ്, എല്ലാ സഹോദരന്മാരും, ORCന്ന് വന്ന നമ്മുടെ ബ്രദേഴ്സ്, പ്രജീഷ് ഭായ്, പ്രസാദ് ഭായ്, ദുബായിൽ നിന്ന് വന്ന നമ്മുടെ വിശാന്ത് ഭായ്, കണ്ണദാസ് ഭായ്, 2 കണ്ണദാസ് ഭായ്മാർ, നമ്മുടെ ജയദേവും ഭായ്, നമ്മുടെ അപ്പു, ഏറ്റവും ചെറിയ കുട്ടൻ, ഏറ്റവും കൂടുതൽ സേവനം ചെയ്ത എല്ലാ ആത്മാക്കളും, എത്ര സഹോദരി സഹോദരൻ, എത്ര പേരുടെ പേരാ പറയണേ. മാസങ്ങൾ കൊണ്ട് നമ്മുടെ ശിവജ്യോതിമല്ലേ അമ്മമാര് ഭായിമാര് മാസങ്ങൾ കൊണ്ട് സേവ ചെയ്യുക. അടിച്ചെടുത്ത് തന്നെ അടിക്കുക, തുടച്ചിടം തന്നെ തുടച്ചുകൊണ്ടിരിക്കുക. മാസങ്ങൾ കൊണ്ടുള്ള അവരുടെ അധ്വാനമാണ്. എല്ലാവരും അവരുടെ എല്ലാം അധ്വാനം കണ്ടിട്ട് മദ്രാസിൽ നിന്ന് വന്ന ബ്രദേഴ്സ്, നമ്മുടെ സെന്റർ നിവാസികൾ പറയുമായിരുന്നു, സിസ്റ്ററെ
ഈ മുറ്റത്തും നിലത്തും ഒക്കെ ചവിട്ടുമ്പോൾ കണ്ണാടിയിൽ കാല് വെക്കുമ്പോൾ സ്ഫടികം പോലെ ക്രിസ്റ്റൽ പോലെ ഇത്ര ശുദ്ധാക്കി എങ്ങനെയാ വെച്ചിരിക്കണേ? ആരാണിതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണേ? അപ്പം എത്ര ആശീർവാദമാണ് ഓരോരുത്തരുടെയും ഓരോരോ സേവാധാരിക്കും കിട്ടിയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആരുടെയെങ്കിലും ഒരു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലും സേവനം ചെയ്ത് എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആത്മാക്കളും അവരോടൊപ്പം രാവും പകലും അധ്വാനിച്ച് മുഴുവൻ പരിവാരത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഇതെല്ലാം മുഴുവൻ ലോകത്തിലും എത്തിച്ച നമ്മുടെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ്, അവരെത്രയോ മാസങ്ങൾക്ക് മുമ്പ് സേവനം തുടങ്ങിയതാണ്. നമ്മുടെ ജിക്കി ഭായിയോടൊപ്പം രാവും പകലും അധ്വാനിച്ച് നമ്മുടെ ഉണ്ണിഭായി എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം ബ്രദർ സ്ഥിരം ബാബയുടെ സേവാധാരിയാണ്. ഒപ്പം നമ്മുടെ ശ്രീജ സിസ്റ്റർ, ശ്രേയ സിസ്റ്റർ, വലിയ ടീം ഇവർ, നിതിൻ ഭായി, വലിയൊരു ടീം ഇവരോടൊപ്പം സേവനത്തിൽ പങ്കെടുക്കുക, സുധീഷ് ഭായി, അനേകം സേവാധാരികൾ നമ്മുടെ ഉണ്ട്. മീഡിയയിൽ തന്നെ ബ്രദറോടൊപ്പം ഗുപ്തായിട്ട് വേറെയും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയും. രാകേഷ് ഭായി, നമ്മുടെ നിലമ്പൂര് രാകേഷ് ഭായി, പാട്ടുകൾ എഴുതുക, സ്ക്രിപ്റ്റ് എഴുതുക, നമ്മുടെ പ്രഭാത് ഭായി, എല്ലാവരും അനേകാത്മാക്കൾ ഈ കാര്യത്തിൽ നിറയെ സിസ്റ്റേഴ്സ് ഗുപ്ത സേവ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൂജ ജർമ്മനിയിലിരുന്നുകൊണ്ട്, നമ്മുടെ സൗമ്യ സിസ്റ്റർ ബാംഗ്ലൂരിലിരുന്നുകൊണ്ട്, ദേശവിദേശം നമ്മുടെ സിസ്റ്റർ അശ്വതി, അനേകാത്മാക്കൾ വളരെ സേവനം ചെയ്തിട്ടുണ്ട്. മീഡിയ സേവയിൽ അനേകാത്മാക്കളുടെ സഹയോഗം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ നിമിഷങ്ങൾ വളരെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. സിസ്റ്റർ, നിങ്ങളുടെ എല്ലാം അധ്വാനം കൊണ്ടാണിത് മുഴുവൻ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ പറ്റിയത്. പ്രത്യേകിച്ചും മീഡിയക്കാരുടെ ഇത്ര സുന്ദരമായ 50 വർഷത്തിൻ്റെ സേവനങ്ങളുടെ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വളരെയധികം മാസങ്ങൾ ഇവർ അധ്വാനിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ വർഷങ്ങളുടെ 50 വർഷത്തിൻ്റെ ഫോട്ടോസ് കളക്ഷൻ ചെയ്യാൻ, കേടുവന്ന് പോയതെല്ലാം ശേഖരിച്ച് ഡിജിറ്റലൈസ് ചെയ്ത് അതിന് വളരെയധികം ആത്മാക്കളുടെ അധ്വാനമുണ്ട്. നമ്മുടെ സിന്ധു മദാജി, സിന്ധു അജിത്ത്, സിന്ധു മാജി ഉണ്ടോ? മാസങ്ങൾ കൊണ്ട് ഗുപ്ത സേവാധാരിയാണ് നമ്മുടെ സിന്ധു മാജി, ചന്ദ്രനഗറിൽ. അങ്ങനെ അനേക ആത്മാക്കളുടെ സേവയുണ്ട്. അപ്പം എല്ലാവരെയും ഹൃദയം കൊണ്ട് നമിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഓം ശാന്തി.